രാവിലെ തന്നെ ഓട്ടവും പാച്ചിലൊക്കെ ആയിട്ട് ഇവിടെ വെച്ച സാധനം അവിടെ ആയിരിക്കും മറന്നിട്ടുണ്ടാവും. അവിടെ വെച്ച സാധനം പിന്നെ കുറേ നോക്കുമ്പോൾ ഇവിടെ ആയിരിക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടലും പാച്ചിലൊക്കെ ആയിട്ടായിരിക്കും കേട്ടോ ഓരോ ദിവസം. അപ്പോൾ ഇന്ന് രാവിലെ ചായക്കുള്ള കടി ഉണ്ടാക്കുന്ന കൂട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇഡ്ഡലിക്ക് മാവ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ മാവ് കൊണ്ടുവന്ന് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ കൊണ്ടുവന്ന് തന്നു കേട്ടോ, പണിക്ക് പോണ ദിവസം. അപ്പോൾ പണി കുറച്ച് നേരത്തെ പണിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു തട്ടൊക്കെ എടുത്ത് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ അതിൽ വെള്ളം പാരുകയാണ് കേട്ടോ. വെള്ളം ഒന്ന് തെളിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഈ പൈപ്പിൻ്റെ ചോട്ടിൽ നമ്മളിവിടെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ സ്പ്രേ പോലത്തെ നമുക്ക് ടാപ്പ് ആയതുകൊണ്ട് തന്നെ ഇത് കൂടെയൊക്കെ നല്ല വെള്ളമായി അവിടെ അങ്ങനെ ചാരി നിൽക്കുമ്പോൾ അങ്ങനെ നനഞ്ഞു കൂട്ടും. അങ്ങനെയാണ് ഈ ഡ്രസ്സൊക്കെ നനയുന്നത്. പിന്നെ ഞാൻ എന്തെടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ സ്റ്റോർ റൂമൊന്നും തേക്കാത്തത് കൊണ്ടൊക്കെ എന്ത് സാധനങ്ങൾ എടുക്കുമ്പോഴും നമുക്ക് ഒന്ന് കഴുകിയിട്ടൊക്കെ എടുക്കണം കേട്ടോ. എനിക്ക് എപ്പോഴും അങ്ങനെ അത് ശീലമാവും ചെയ്തു കേട്ടോ. എനിക്ക് അങ്ങനെ എടുത്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കഴുകൽ മോറലൊക്കെ ആയിട്ട് ചിലപ്പോൾ നമ്മൾ പെട്ടെന്നൊക്കെ ആണെങ്കിൽ അടുപ്പിൻ്റെ അവിടെ നിന്ന് മാറാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാം, ഞാനപ്പോൾ വേഗം ഞാൻ ഡ്രസ്സ് തന്നെയാണ് തുടക്കി കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഒരു കോട്ടൺ തുണി അല്ലെങ്കിൽ തോർത്ത എന്തെങ്കിലുമൊക്കെ കരുതി വെക്കുന്നതാണ് കേട്ടോ. ചില സമയത്ത് ചിലപ്പോൾ ഇത് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇനി ചട്ടിനി ഉണ്ടാക്കണം കേട്ടോ. ചട്ടിനിക്ക് ഇനി തേങ്ങ പൊളിക്കണം. തേങ്ങ പൊളിച്ചത് ഉണ്ട് എന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇല്ലെങ്കിൽ ഇനി പൊളിക്കണം. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് വേണം. ഞാൻ ആദ്യത്തെ തട്ട് എടുക്കുമ്പോൾ തന്നെ എന്ത് ചെയ്തു എന്നറിയോ, ഒരു അബദ്ധം പറ്റി. വെള്ളമൊക്കെ തെളിച്ചു കേട്ടോ. വെള്ളമൊക്കെ തെളിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, എടുത്തപ്പോൾ ചൂട് വിടാനിട്ട് എന്താണെന്നറിയില്ല കേട്ടോ, അതിലിങ്ങനെ ഒട്ടുക. എന്നാൽ ഏറ്റവും താഴത്തെ തട്ടത്തെ പെട്ടെന്ന് വരും ചെയ്തു കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ, എന്ത് പറ്റിയെന്ന് അറിയില്ല കേട്ടോ. ആളെന്നോട് പിണങ്ങിയോന്നറിയില്ല കേട്ടോ ഇഡ്ഡലിത്തട്ടിൻ്റെ ഇത്. ഇനിയിപ്പോൾ ചായ വെക്കണം. ചായക്ക് പാലുണ്ട്. അപ്പോൾ പാൽ ചായ അല്ലാതെ കുഞ്ഞാറ്റ കുടിക്കില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അവൾക്ക് പാൽ ചായ ആയിട്ട് കുടിക്കില്ല കേട്ടോ. നമ്മളിങ്ങനെ പൊടിയിട്ട ചായ തന്നെ വേണം കേട്ടോ. പാൽ ചായ എന്താണെന്നറിയില്ല, ആൾക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇതിന് ചട്ടിനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയൊക്കെ ഞാൻ ചിരവി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആ തേങ്ങ നോക്കുമ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അമ്മ ഇന്നലെ അമ്മയ്ക്ക് ഇങ്ങനെ ഇരുന്നപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ തെങ്ങ് വീണല്ലോ, ആ തെങ്ങ് വീണതിൻ്റെ കുറച്ച് ഇളനീരും പിന്നെ കുറച്ച് മുപ്പായ കുറച്ച് തേങ്ങകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ എന്ത് ചെയ്തു എന്നറിയാം, ഞാൻ ഇന്നലെ ക്ലാസ്സിൽ പോയ സമയത്ത് അമ്മയും കുട്ടിയും കൂടി അത് കുറച്ച് ഇളനീര് വെട്ടി കുടിക്കുകയും ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഒരെണ്ണം അത്യാവശ്യം കുറച്ച് മൂത്തൊരു തേങ്ങ പൊട്ടിച്ചിട്ട് അത് അതിൻ്റെ കാമ്പ് തിന്നാൻ വേണ്ടിയിട്ട്, എന്നാൽ നല്ല മൂത്തതുമല്ല, അവിടെ നല്ല രുചിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അമ്മ അത് അങ്ങനെ ഒരു മുറി അങ്ങനെ അമ്മമ്മയും കുട്ടിയും കഴിച്ചിരിക്കുന്നു കേട്ടോ. പിന്നെ ബാക്കി ഒരു മുറിയുടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ടേക്ക് തേങ്ങ പൊളിക്കാതെ കഴിഞ്ഞു. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തേങ്ങാച്ചാട്ടിനി എന്നും ഞാൻ തന്നെ ഉണ്ടാക്കാറ്. ചിലപ്പോൾ ഞാൻ ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് തന്നെ ഉണ്ടാക്കാറ്. പക്ഷെ എന്താണെന്നറിയില്ല, ഇന്നും ഞാൻ ഇഞ്ചി ഇട്ടിട്ട് തന്നെ ഉണ്ടാക്കിയത്. പക്ഷേ ഞാൻ ചായ കുടിക്കുന്ന സമയത്ത് നമ്മൾ കഴിക്കാനെടുക്കുമല്ലോ, കഴിക്കാനെടുത്തപ്പോൾ എന്തെന്നില്ലാത്തൊരു ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് തന്നെ അറിയില്ല എന്താ പറ്റിയെന്ന് അറിയട്ടോ. അല്ലെങ്കിൽ നമ്മൾ തന്നെ ആയിരിക്കും വയ്ക്കുന്നത്. പക്ഷെ മറ്റുള്ളവർ പറയും നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല എന്ന് പറയാറുണ്ട്. പക്ഷെ നമ്മളെന്നും വെക്കുന്ന രീതി തന്നെയാണ്. ഒരു ചെറിയ ഇഞ്ചി കഷ്ണമൊക്കെ ഇട്ട് നമ്മൾ തേങ്ങയും പച്ചമുളകും ഒക്കെ ആഡ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ചട്നിക്ക് അരയ്ക്കാറ് കേട്ടോ, തേങ്ങാ ചട്നി. അപ്പോൾ എനിക്കറിയില്ല ഇന്ന് എന്താണെന്നറിയില്ല, വായിക്കും നാവിനൊക്കെ നല്ല രുചിയായിട്ട് തോന്നിയിട്ടു എനിക്ക്. പിന്നെ എനിക്ക് എപ്പോഴും ഈ ബി കോംപ്ലക്സിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് വായിൽ എപ്പോഴും പുണ്ണ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എനിക്ക് ചില സമയത്ത് ഇനിയിപ്പോൾ അതുകൊണ്ടാണ് എന്താണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മുടെ ഇഡ്ഡലിയൊക്കെ ആയി. ഇനിയിപ്പോൾ ചട്നിക്കുള്ളത് ഞാൻ തേങ്ങ അരച്ചുകൊണ്ടിരട്ടെ കേട്ടോ. ചട്നിക്ക് തേങ്ങ അരയ്ക്കാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ ജാറ് കേട് വന്നിട്ട് കുറേ കേട്ടോ, അത് മാറ്റിയിട്ടേ ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു നടുവത്തെ തട്ടുണ്ടാവുമല്ലോ, ആ നടുവത്തെ ജാറ്, അപ്പോൾ അതിൽ തന്നെയാണ് കേട്ടോ ഇപ്പോൾ അരയ്ക്കലും ആ ചമ്മന്തി അരയ്ക്കലും എല്ലാം അപ്പോൾ അതിൽ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഇപ്പോൾ ഭയങ്കര അതിൻ്റെ വാഷറൊക്കെ പോയിട്ടേ ഞാൻ കുറച്ച് മാവ് ഞാൻ മാറ്റി വെച്ചാണ് കുഞ്ഞാറ്റയ്ക്ക് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അമ്മയൊക്കെ എണീറ്റ് വന്നതാ. അമ്മ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചോറിന് കേട്ടോ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി അതും കൂടി ഒന്ന് റെഡിയാക്കട്ടെ. മഞ്ഞളും മുളകും മല്ലി മസാലകളൊക്കെ ചേർത്തിട്ട് കേട്ടോ. ചായ കുടിക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം വിട്ടുപോയിട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിഡ് ജാറിൻ്റെ വാഷറൊക്കെ മറ്റേ ലൂസായിരിക്കണം കേട്ടോ. കുറേ ആയി നമ്മൾ അത് എടുത്തിട്ടോ. അതെന്താണെന്നറിയില്ല, കുറച്ച് ഇതായിട്ടുണ്ട്. അപ്പം ഇനി അത് മാറ്റേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇതും കൂടി കേട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും കേട്ടോ.
അപ്പം ഇനി എന്തായാലും ഇനിയിപ്പോൾ അതൊന്നും മെല്ലെ ഉള്ളൂ മാറ്റാണ്. അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. വേഗം കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് കണ്ട് ഒരുപാട് നമ്മുടെ ഫാമിലിക്ക് ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റേതായൊരു സ്നേഹവും നന്ദി ഞാൻ എല്ലാവരോടും കേട്ടോ, നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ ഫാമിലി മെമ്പേഴ്സിനോടും നമ്മുടെ ഫാമിലിയിലേക്ക് വന്ന എല്ലാവരോടും ഒരുപാട് നന്ദി സ്നേഹം അറിയിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ഫാമിലിയിലേക്ക് വരുന്നവർ എല്ലാവരും നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫസ്റ്റ് ലൈക്ക് ഒന്ന് അടിക്കുക. ലൈക്ക് അടിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ ഓളെന്ന ഓപ്ഷനൊക്കെ അമർത്താനും ഒന്നും മറക്കരുത് കേട്ടോ. സബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും ഓരോരുത്തരും. കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പി ആയി കേട്ടോ. ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് കണ്ട് ഒരുപാട് നമ്മുടെ ഫാമിലിയിലേക്ക് കൂടുതൽ ആളുകൾ വരിക എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സന്തോഷമല്ലേ. പിന്നെ ഒരുപാട് ആളുകളുടെ ഡൗട്ടാണ് ഇത് എവിടെ സ്ഥലം എവിടെയാണെന്നൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ പാലക്കാടാണ്. അപ്പോൾ പുതിയ ആളുകൾ വന്ന ആളുകളോടായിട്ട് ഞാൻ അവരോട് പറയണം കേട്ടോ, നമ്മൾ പാലക്കാടാണ്, മണ്ണാർക്കാടാട്ടോ നമ്മുടെ വീട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മറ്റേ അടുപ്പിലും കൂടി തീ പൂട്ടിയിട്ട് അതിലടുപ്പത്ത് വെക്കാമെന്നാട്ടോ വിചാരിക്കുന്നത്, ചട്ടിയിട്ട്. അമ്മ ഇന്നിപ്പോൾ കുറച്ച് വെട്ടവും വെളിച്ചമൊക്കെ കിട്ടിയപ്പോൾ ഒരു ആശ്വാസമായി കേട്ടോ. വിറകൊക്കെ വെട്ടുകയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വിറകാല കെട്ട സ്ഥലമില്ലാത്തതുകൊണ്ട് വിറകൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ ടാർപ്പായ നടു കീറിയോണ്ട് വിറകെല്ലാം നനഞ്ഞു പോയിട്ടോ. അമ്മ അത് പറയുമായിരുന്നു, വിറകെല്ലാം നനഞ്ഞിരിക്കുകയാണ്, അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇനി അതാ ടാർപ്പായൊക്കെ മാറ്റിയിടണമെന്ന് പറയാണ് കേട്ടോ. പിന്നെ ഞാനങ്ങനെ വെണ്ണീർ കൊട്ടാൻ വന്ന സമയത്ത് അമ്മ വെട്ടിയിട്ട കുറച്ച് വിറകൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൊണ്ടുപോയി. അല്ലെങ്കിൽ തീ കത്തുന്നില്ലേ, ഇനിയിപ്പോൾ മറ്റേ അടുപ്പിലും കൂടി തീ കത്തിക്കുമ്പോൾ നമുക്ക് വിറക് എന്തായാലും വേണ്ടേ. വിറക് പ്രാവശ്യം കുറവാണ് കേട്ടോ. നമ്മൾ വിറകിനൊക്കെ പോയിട്ടുണ്ടായിരുന്ന തോട്ടം മുറിച്ചുകൊണ്ട് ഇപ്പം നമുക്ക് വിറകിനൊക്കെ ഭയങ്കര പ്രയാസവും ബുദ്ധിമുട്ടാണ്. പിന്നെ ഗ്യാസൊക്കെ ഞാൻ എങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ എന്താ പറയുക, ഉറുമ്പ് അരിമണി കാത്ത് ഇങ്ങനെ ഇരിക്കില്ലേ, അതുപോലെയാണ് കേട്ടോ. അപ്പോഴേ ധോനി ബേബി അതാ വന്നിട്ടുണ്ട് കേട്ടോ. കുഞ്ഞാറ്റ അങ്ങനെ നമ്മൾ എന്തെങ്കിലും പണിയെടുക്കണതിൻ്റെ ഇടയിൽ കൂടെ അവളും വന്നിട്ട് നമ്മുടെ അത് വേണം ഇത് വേണം, എന്നെ ഡ്രസ്സൊക്കെ വലിക്കുകയായിരുന്നു കേട്ടോ. കുറച്ച് മുന്നേ വന്നിട്ട് കറണ്ട് പോയി. അപ്പോൾ കറണ്ട് പോയാൽ വീണ്ടും TV ഓൺ ചെയ്തിട്ട് കാർട്ടൂൺ ഇട്ട് കൊടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് കേട്ടോ. ഇടയ്ക്ക് അവളുടെ ഒരു ഇതുണ്ടാവും നമുക്ക്. അപ്പോൾ നമ്മുടെ പണി കുറേയൊക്കെ അങ്ങനെ സ്വിപ്പാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ അമ്മ അതെല്ലാം പൊളിച്ചിട്ട് അത് ഉണക്കണം കേട്ടോ. ഇന്ന് കുറച്ച് വെട്ടവും വെളിച്ചവും ഒക്കെ വന്നുകൊണ്ട് ഭയങ്കര ആശ്വാസമാണ്. പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ കുറേ ദിവസം അങ്ങനെ മഴ അടച്ചു പിടിക്കുമ്പോൾ മനസ്സിനൊരു സന്തോഷക്കുറവും അല്ലെങ്കിൽ ഒരു സമാധാനക്കുറവും ഒക്കെ ആയിരിക്കും. നമുക്ക് പഴയ കാലങ്ങളിലേക്കൊക്കെ നമ്മൾ കടന്നു പോകൂലേ, അന്നത്തെ ഒരു എന്താ പറയുക പ്രയാസങ്ങളും വിഷമങ്ങളും പട്ടിണിയും മഴയും തോരാത്ത മഴയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഓർമ്മ വരും. പക്ഷെ വെയിലും ഇങ്ങോട്ട് വന്നാൽ പിന്നെ മനസ്സിന് ഭയങ്കര ഒരു ശാന്തിയും സമാധാനവും ഒക്കെയാണ് കേട്ടോ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് അങ്ങനെ എന്താണെന്നറിയില്ല. നമുക്ക് കുറേ ദിവസം മഴ അങ്ങനെ അടച്ചു പിടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ വെയിൽ വരുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഞാൻ. അപ്പോൾ അങ്ങനെ അതൊക്കെ അടുപ്പത്ത് വെച്ചു. ഞാൻ എന്തായാലും അടുപ്പിൽ തീയൊക്കെ മുട്ടി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞാറ്റയ്ക്ക് മുതൂർശിക്ക് പോകണം പറഞ്ഞുകൊണ്ട് ഏട്ടൻ വന്നിട്ട് അവളെ കൊണ്ടുപോകാട്ടോ. ഏട്ടന് കുറച്ച് നേരത്തെ പണി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ പണി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ആ സ്റ്റാൻഡിൽ ഓട്ടോ ഓടുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിനിടയ്ക്കാണ് കുഞ്ഞാറ്റ വിളിച്ച്. അപ്പോൾ ഇപ്പോൾ കുളിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് അവളെ മുടിയൊന്നും കെട്ടിക്കൊടുത്തിട്ടില്ല. അങ്ങനെ പുറപ്പെടുവിച്ചിട്ട് അങ്ങനെ ഡ്രസ്സ് മാറ്റിയിട്ട് അങ്ങനെ ഏട്ടൻ പോകുമ്പോൾ അങ്ങനെ പോയി കേട്ടോ. എല്ലാവർക്കും ഒരു ടാറ്റയൊക്കെ തന്നു, ഉമ്മയൊക്കെ പ്ലെയിൻ കിസ്സൊക്കെ തന്നിട്ടാണ് ആൾ പോയത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വന്നു. ഇനിയിപ്പോൾ എന്തായാലും അടുപ്പത്ത് വെക്കണതുകൊണ്ടേ കുറച്ച് സമയം എടുക്കും എന്തായാലും ഇറച്ചി വെന്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേന് ഞാൻ അതിലേക്ക് കുറച്ച് മസാല ഉണ്ടാക്കട്ടെ കേട്ടോ. മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് സവോളല്ല, ഒരു സവോള ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആ സവോള വെച്ചിട്ട് ബാക്കി ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ചെറിയ ഉള്ളിയും കൂടി കട്ട് ചെയ്തിട്ടു കേട്ടോ. നല്ല വലിയ ചെറിയ കഷ്ണാക്കിയില്ല, കുറച്ച് വലിയ ഇതായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ അതും കൂടി ഇട്ട് മസാലയൊക്കെ കൂട്ടുകയാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ സവോളയില്ല, എന്നാൽ കൂടുതൽ തക്കാളി ഇല്ല. ആകെ ഒരു തക്കാളിയും അതേപോലെ ഒരു സവോളയും സ്റ്റോക്ക് ഉണ്ടായിരുന്നത് കേട്ടോ. അതൊക്കെ വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ പിന്നെ 3 പേരല്ലേ ഉള്ളൂ, ഞങ്ങൾ 3 പേരല്ലേ കഴിക്കാനുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട്. ഇനിയിപ്പോൾ എന്തായാലും ഇനി കുഞ്ഞാറ്റ അങ്ങോട്ട് പോയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അവൾക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ബിരിയാണി എന്തെങ്കിലും മേടിച്ചു കൊടുക്കും. അവൾ അങ്ങോട്ട് പോണ ദിവസങ്ങളിൽ അധികം ബിരിയാണി മേടിച്ചു കൊടുക്കാറ് കേട്ടോ. അവൾ അതിനെ ആവശ്യപ്പെടുകയും ചെയ്യും, അവർ മേടിച്ചു കൊടുക്കുകയും ചെയ്യും കേട്ടോ. ഒക്കെ എന്താണെന്നറിയില്ല, ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തും തന്നെ എനിക്ക് കൂടുതലിഷ്ടം ബിരിയാണിയോടായിരുന്നു കേട്ടോ. അപ്പോൾ അതെപ്പോഴും രാജേട്ടൻ പറയുകയും ചെയ്യും, നീ അതല്ലേ കഴിച്ചായിരുന്നു, ചിലപ്പോൾ അതായിരിക്കും കുട്ടിക്ക് അങ്ങനെ ഇഷ്ടം തോന്നിയിരിക്കുന്നത് ബിരിയാണിയോട് കേട്ടോ. നമുക്കറിയില്ല.
ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇത് മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മസാലയൊക്കെ ഇട്ടിട്ട് നമ്മൾ പിന്നെ ഒരു കാര്യം വിട്ടുപോയിട്ടോ, ഞാൻ ഭക്ഷണമൊക്കെ റെഡിയായി അല്ലെങ്കിൽ കറിയൊക്കെ റെഡി ആയിട്ട് ചോറും നമ്മൾ വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു, ഒന്നും നടന്നില്ല. അപ്പോൾ ഇത് അമ്മ അതാ ഓരോന്നും കൊട്ടിപ്പെറുക്കി അടുക്കി വെച്ചുകൊണ്ടിരിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതുവരെ കണ്ട എല്ലാവരും കേട്ടോ, നമ്മുടെ ഫാമിലിയിലേക്ക് വന്നവരും നമ്മുടെ വീഡിയോസ് കണ്ടവരോടും എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും